കെട്ടപ്പെട്ട് കിടക്കുന്ന ബന്ധനങ്ങളെ അഴിക്കുന്ന അതിശക്തമായ വചനം. നീ തകർന്നുപോയി എന്ന് കരുതുന്നിടത്ത് ദൈവം നിന്നെ ഇരട്ടി കരുത്തോടെ ഉയർത്തുന്ന അഭിഷേകമുള്ള വചനം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു, അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു, കെട്ടുകൾ അറ്റുവീണു. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ സാംസന്റെ മേൽ കടന്നു വന്നതിനെ കുറിച്ചാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. അവനെ കെട്ടിയിരുന്ന കയറ് ചണനൂല് പോലെ ആയിത്തീരുകയാണ്, കെട്ടുകളെല്ലാം അറ്റുവീണു. നോക്കിയേ, കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കെട്ടുകളെയും അഴിക്കും. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, തിന്മയുടെ എല്ലാ ബന്ധനങ്ങളെയും, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ചില കെട്ടപ്പെട്ട അനുഭവങ്ങൾ, നിരാശയുടെ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ ചെയ്താൽ ഒന്നും ശരിയാവില്ല എന്ന നെഗറ്റീവ് ചിന്തകളുടെ കെട്ടുകളെ അഴിക്കുന്ന അഭിഷേക വചനം. പുതുജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന വചനം. നീ തകർന്നു പോയെന്ന് കരുതുന്നിടത്ത്, ഇനി നിന്നെ കൊണ്ടൊന്നിനും സാധിക്കുകയില്ല എന്ന് കരുതുന്നിടത്ത്, ദൈവം ഇതാ ഇരട്ടി കരുത്തോടെ, കർത്താവിൻ്റെ ആത്മാവ് ഇരട്ടി കരുത്തോടെ നമ്മളിൽ പ്രവർത്തിക്കുന്ന അതിശക്തമായ വചനമാണ് ഇതാ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം. പ്രിയമുള്ളവർ, ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ വചനം ഏറ്റുപറഞ്ഞും ഇത് കാണാതെ പഠിച്ചും, കാരണം വലിയൊരു അഭിഷേക വചനമാണ്, ശക്തിപ്പെടുന്ന വചനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, ഇരട്ടി കരുത്തോടെ മുന്നേറുവാൻ ശക്തി നൽകുന്ന ഈ അഭിഷേക വചനം ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ചില ബന്ധന മേഖലകൾ, ചില കെട്ടപ്പെട്ട അവസ്ഥകൾ, പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, ദുശീലങ്ങളുടെ അടിമത്ത മേഖലകളിൽ നിന്നും, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും, ഞങ്ങളെ ഒറ്റപ്പെടുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും, തകർന്നു പോയെന്ന് വിചാരിക്കുന്ന നിരാശയുടെ പടുകുഴിയിൽ നിന്ന് ദൈവമേ, ഞങ്ങൾ ഇന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഇരട്ടി കരുത്തുള്ളവരാക്കണമേ. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു, അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു, കെട്ടുകളറ്റു വീണു. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകട്ടെ. ഭക്തിയോടെ, ദിവ്യകാരുണ്യത്തോടെ കൃപ തെളുമ്പുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നീ മാത്രം മതി ജീവിച്ചിടാൻ.